നാം ഒത്തിരി നാൾ ആഗ്രഹിച്ച് വില കൊടുത്ത് ഒരു സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൽ നമ്മുടെ ശ്രദ്ധ വളരെയധികമായിരിക്കും. അതൊരു ഫോണാകട്ടെ, ഒരു കാറാകട്ടെ, എന്തുമാകട്ടെ, അതിന് ഏൽക്കുന്ന ഒരു പോറല് പോലും പലപ്പോഴും നമ്മുടെ മനസ്സ് വേദനിപ്പിക്കും. കാരണം അത് നാം അത്ര ആഗ്രഹത്തോടെ നാം വാങ്ങിയതാ. വില കൊടുത്തു വാങ്ങിയ ഏതൊരു വസ്തുവിനെ കുറിച്ചും വില കൊടുത്ത ആൾക്ക് ഒരു ഉദ്ദേശമുണ്ട്, ചില പ്രതീക്ഷകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം അത് അനുഭവിച്ചിട്ടുള്ളതാ. അതുപോലെ തന്നെ ഈ വിലയേറിയ വസ്തു നഷ്ടപ്പെടുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും പറയാം. എങ്കിലും വില കൊടുത്ത ആൾക്ക് മാത്രമേ അതിന്റെ യഥാർത്ഥമായ വിഷമം മനസ്സിലാകുകയുള്ളൂ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നാം ഒരിക്കലും യാദൃശ്ചികമായിട്ടല്ല ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ടവനും നമ്മെ പേർ ചൊല്ലി വിളിച്ചവനും നമ്മെ സ്നേഹിക്കുന്നവനുമായ ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവ. ഈ യേശുവിനൊരു പ്രത്യേകതയുണ്ട്. അനാവശ്യമായി നമ്മുടെ കാര്യങ്ങളിൽ അവൻ ഇടപെടാറില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ശരിയാണ്. പക്ഷെ ആ സ്നേഹം നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും സ്വയമേ കാര്യങ്ങൾ തീരുമാനിക്കാം എന്നത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. ദൈവവും നമുക്കതുപോലെ തന്നെ ചോയ്സ് പലപ്പോഴും നൽകാറുണ്ട്. ഏത് തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് തീരുമാനിക്കാം. നാം ജീവിക്കേണ്ടത് നമ്മെ സ്നേഹിക്കുന്ന, നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തോട് ചേർന്നാകണമോ, അതോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയെല്ലാം നാം ജീവിക്കണമോ? തീരുമാനം നമ്മളുടേതാ. അതുപോലെ തന്നെ ആ തീരുമാനത്തിന്റെ ഭവിഷ്യത്തുകളും നാം അനുഭവിക്കേണ്ടത്. ഇന്ന് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുവാൻ കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാ. ഈ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാ. പ്രയാസഘട്ടങ്ങൾ, പ്രശ്നഘട്ടങ്ങളിൽ കൂടെയുള്ളവർ ഉപേക്ഷിച്ചു പോയിരിക്കാം. ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാത്ത, നിങ്ങളെ പരിപാലിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദൈവത്തോട് ചേർന്നൊരു കൂട്ടായ്മ അത് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ടോ, നമ്മുടെ നേർച്ച കാഴ്ചകൾ കൊണ്ടോ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നും ലഭ്യമാകാതെ ഇരുന്ന രക്ഷ കാൽവറി ക്രൂശിലെ യാഗത്താൽ നമുക്ക് ദാനമായി നൽകുകയാണ്. യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. അത് മനസ്സിലാക്കി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിന്നെ തനിച്ചല്ല. നിങ്ങളുടെ ജീവിതത്തിന് വില കൊടുത്ത ഒരുവനുണ്ട്. പിന്നെ പോകുന്നവനും വരുന്നവനും എല്ലാം കേറി മേയാനുള്ള ഒരിടമല്ല നിങ്ങളുടെ ജീവിതം. ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ വില കൊടുത്തവന് വില കൊടുത്ത വസ്തുവിന്റെ മേൽ ഉത്തരവാദിത്വമുള്ളതുപോലെ തന്നെ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു കൊടുത്ത വിലയെ തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്ന പ്രിയ ദൈവ പൈതലേ, നിങ്ങളെ രക്ഷിക്കുന്ന, നിങ്ങളോട് കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിയുക തന്നെ ചെയ്യും. പാപമില്ലാത്തവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നെങ്കിൽ അവൻ നമ്മെ അത്രയും സ്നേഹിക്കുന്നു. ഈ സ്നേഹം നിങ്ങൾ കാണാതെ പോകരുത്. ഭാരപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, ഉറക്കം കെടുത്തുന്ന വിഷയം എന്തു തന്നെയാണെങ്കിലും യേശു എന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം ഈ വിഷയങ്ങളുടെ നടുവിലും ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ നിങ്ങളെ സഹായിക്കും. അവൻ തനിച്ചാക്കുകയില്ല. അവൻ എന്റെ കൂടെയുണ്ട് എന്ന ചിന്ത നാളെ അഭിമുഖീകരിക്കുവാൻ നിങ്ങളെ സഹായിക്കും. നാം ഈ ലോകത്തായിരിക്കുമ്പോൾ ഇന്ന് നാം കാണുന്ന സമ്പാദ്യത്തിലോ, ധനത്തിലോ, പ്രൗഢിയിലോ ഒന്നും അഹങ്കരിക്കാതെ എനിക്ക് വേണ്ടി വില കൊടുത്ത യേശുവിൽ നാം പ്രാഗൽഭ്യം കൊള്ളുന്നവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം കാണുന്നതും നമ്മുടെ കൂടെയുള്ളതുമെല്ലാം ഈ ലോകം കൊണ്ട് നാം വിട്ടേച്ചു പോകണം. എന്നാൽ നമ്മെ നിത്യതയിലേക്ക് വഴി നടത്തുന്ന, നിത്യതയിലും നമ്മെ തനിച്ചാക്കാത്ത യേശുവിനെ കുറിച്ചാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് നാം വലിയത് എന്ന് കരുതുന്നത് പലതും കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതൊന്നും ഒന്നുമില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. പ്രിയ ദൈവ പൈതലേ, എന്തൊക്കെ നേടിയാലും മരണം കൊണ്ട് തീരുന്നതാ ഇതെല്ലാം. എന്നാൽ മരണത്തിനപ്പുറത്തുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാ ദൈവവചനം. കാൽവറി ക്രൂശിൽ നമുക്കായി നൽകപ്പെട്ട വിലയെ നാം മനസ്സിലാക്കുന്നെങ്കിൽ, ആ യേശുവിൽ നാം വിശ്വസിക്കുന്നെങ്കിൽ, ദൈവിക പദ്ധതിക്കായി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. വില കൊടുത്തവൻ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ ഇഹലോകത്ത് നിങ്ങളെ വിജയകരമായും വഴി നടത്തും. നാം ചെയ്യേണ്ടത് ദൈവിക സ്നേഹത്തെ തിരിച്ചറിയണം. യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞ് നാം നമ്മെ ഒന്ന് വിട്ടുകൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി, ദൈവശബ്ദത്തിനായി നാം ദാഹിക്കണം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഒരു വിജയമായിരിക്കും. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ
നമ്മെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒന്ന് ഉറയ്ക്കണം, യേശുവുണ്ട് നിങ്ങളുടെ കൂടെ. വില കൊടുത്തവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾ നഷ്ടപ്പെടുമ്പോ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോ ദൈവം വേദനിക്കുകയാണ്. ഒരു തിരിച്ചുവരവിനായി, ഒരു മടങ്ങിവരവിനായി അവൻ കാത്തു നിൽക്കുന്നു. നിന്ദകളുടെ, പരിഹാസങ്ങളുടെ, ഒറ്റപ്പെടുത്തലുകളുടെ നടുവിലും നിരാശപ്പെടാതെ യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നെങ്കിൽ യേശുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. വില കൊടുത്തവനെ ഒന്ന് തിരിച്ചറിയണം. അവൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കാൽവരി ക്രൂശിൽ ഞങ്ങൾക്കായി ചിന്തപ്പെട്ട യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തെ ഞങ്ങൾ ഓർക്കുന്നു. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുന്നു. ഈ ദൈവജനം ഈ ദിവസങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹമാകട്ടെ. നിത്യത വരെയും പരിപാലിക്കുന്ന ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്. സകല നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവവൈതലേ, യേശു നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകും. ഭാരപ്പെടാതെ, വില കൊടുത്തവൻ കൂടെയുണ്ട്. നിങ്ങളെ തനിച്ചാക്കാത്തവന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കും. ജീവിതയാത്രയിൽ അവൻ കൂടെയുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നന്മ അനുഭവിക്കും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.